ഹലോ ഹലോ സ്വാമി, നിങ്ങൾ എവിടായി? ഞാന് ഈ കുമ്പളാമ്പയ്യ വന്നിറങ്ങിയിട്ട് ഇവിടെ നിൽക്കുക. സ്കൂള് കണ്ടോ? സ്കൂള് കണ്ടായിരുന്നെ ഞാൻ ഈ പണിക്ക് ഇറങ്ങുമോ? അത് ശരി. എന്നാ ഒരു കാര്യം ചെയ്യേ, അങ്ങോട്ട് മുമ്പോട്ട് അങ്ങോട്ട് നടന്നേ. മുമ്പോട്ട് നടക്ക. കട്ട് ചെയ്യല്ലേ? ഇല്ലല്ല, അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കണ്ടോ? ഓട്ടോ സ്റ്റാൻഡ് കണ്ടു. അതിന്റെ ആദ്യം കാണുന്ന ആ ഓട്ടോക്കാരനോട് ചോദിക്കണം ഒടിയം കൊച്ചാട്ടന്റെ ബെസ്റ്റിയുടെ വീട് ഏതാണ്. അപ്പം ആ പുള്ളിക്കാരൻ ആ വീട്ടിലോട്ട് കൊണ്ടുവന്നോട് കണ്ണടച്ച് അവൻ കൊണ്ടുവിടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നടന്നേ വരുന്നുള്ളൂ. അപ്പം കണ്ണടച്ച് ഓട്ടോ ഓടിച്ചാൽ എനിക്ക് 2 പൊടിപ്പിള്ളാരാ. ശരി, എന്നാ എങ്ങനെയാലും ഇങ്ങനെ വാങ്ങുന്നു. ഹലോ സാബിയേ, വെച്ചോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. ആ ഫോണിൻ്റെ ഡിപ്ലേയും പോയി. ഒടിയും കൊച്ചാണ്ട് ഇത് തെങ്ങ കയറി എനിക്ക് ഉണ്ടാക്കി തന്നെ ഒരു ഡിപ്ലേയാ. ആ ഡിപ്ലേയും പൊട്ടിച്ച് കളഞ്ഞു. എന്തോ ചെയ്യാനാ? ആരാന്നോ? ഞാനല്ലേ ഇപ്പൊ നിങ്ങളെ ഫോണിൽ വിളിച്ചത്. നിങ്ങളൊരു മന്ത്രവാദിയോട് പറഞ്ഞായിരുന്നു വരണമെന്ന് പറഞ്ഞു. ആ സാമിയാ വന്നേ. ആ സാമിന്ന് വരുവാന്നോ? അല്ല, ഗുജറാത്തിന്ന്. ഒന്നമ്മച്ചി, ഞാൻ ആ സാമിയാ മന്ത്രം. ആ സാമിയാന്നോ? ആ സാമിയാ. അപ്പൊ ഞാനേ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ എനിക്ക് കിട്ടിയത് നമ്മുടെ ഗിരിജ ഉണ്ടല്ലോ, എന്റെ വീടിന്റെ തൊട്ട് താഴെ കാണുന്ന ആ ഗിരിജ എനിക്ക് ഈ നമ്പർ തന്നത്. ഗിരിജ എനിക്കറിയാം. അറിയാവോ? ഗിരിജയുടെ അച്ഛന്റെ വർക്കൊക്കെ ഞാനാ ചെയ്തേ. ആണോ? ആ ആത്മാവൊക്കെ ഞാനല്ലേ പിടിച്ചേ. അത് ശരി. പിടി കിട്ടത്തേ ഇല്ലായിരുന്നു. പിന്നെ എവിടെ ഇട്ട് പിടിച്ചോ? ഞാൻ ആ മൈലപ്ര കവലയിലിട്ട് പിടിച്ചു. പിടിച്ചാൻ കൊണ്ട് ഒരു കൊച്ചു കലത്തിലാക്കി കൊണ്ട് കൊടുത്തു. എവിടെ കൊണ്ട് തള്ളിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തുവായാലും അത് പോട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊടിയും കൊച്ചാണ്ട് ആത്മാവ് ഇവിടെ ഈ ഗിരിജയുടെ തള്ളയുണ്ട്. 90 വയസ്സ് കഴിഞ്ഞു. എന്റെ പൊന്നു സ്വാമി, എന്തോ ഈ ആത്മാവ് ഈ ഗിരിജയുടെ തള്ളയുടെ ദേഹത്ത് ഇതാ കേറുക. എന്തിനാ സ്വാമി പറ, എന്തിനാ? എങ്ങനെയും അവനെ പിടിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മുറ്റത്തൂടെ ഈ ആത്മാവ് തെക്ക് വടക്ക് പോകുന്നത്. ചേട്ടാ, ഞാൻ വൈകിട്ട് കുളിയും കഴിഞ്ഞ് ഈ ഡ്രസ്സെല്ലാം കൊടുത്ത് ഞാൻ ഈ തിണ്ണയ്ക്ക് ഇവിടെ ഇരിക്കുമ്പം ഈ ആത്മാവിൽ എന്റെ ദേഹത്തോട്ട് വന്ന് കയറിയല്ലെന്താ? അത് ന്യായമാണോ? അന്ന് അവനെ പിടിച്ച ഈ കാലത്തിലാക്കണം. ഇനി ഇവനെ എങ്ങും പോയി കയറരുത്. ഇവനെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ഒരു കാര്യം ചെയ്യും. എന്തുവാ? ഞാൻ കുറെ ലിസ്റ്റ് അങ്ങോട്ട് തന്നില്ലായിരുന്നു. ലിസ്റ്റ് തരുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും. അവള് പറഞ്ഞ ഭയങ്കര പ്രഗത്ഭനായ ഒരു സ്വാമിയാന്നാണ് എന്നോട് പറഞ്ഞ കാര്യം. എനിക്ക് എന്റെ നാളെ എന്റെ ബർത്ത്ഡേ, എന്തോ ബർത്ത്ഡേ അല്ലേ, പിറന്നാളാ. അപ്പൊ അതിന് സ്വാമി ഒരു ആശംസാ വീഡിയോ ഇട്ട് തരണം. എന്നെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടല്ലേ പറഞ്ഞത്. ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രൻ സ്വാമി. ഈ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ഈ തള്ളക്ക് എന്തിന്റെ കേടാന്ന് എനിക്കറിയത്തില്ല. എന്നാലും വേണ്ടുകയില്ല, ഇവർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ. താങ്ക് യു. ഹായ്. ഇത് ഞാൻ പോസ്റ്റിൽ ഇട്ടോളാം. ശരി, ഒരു കാര്യം ചെയ്യും. ലിസ്റ്റിംഗ് എടുത്തേ. ലിസ്റ്റിലുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ടെന്നാ ലിസ്റ്റ് നോക്കി സാധനങ്ങളെല്ലാം അങ്ങോട്ടൊന്ന് പറക്കി വെച്ചേക്കണം കേട്ടോ. ഞാനൊന്ന് ഇരിക്കട്ടെ. ഇരുന്നു. എനിക്കൂടെ സ്ഥലം വെച്ചേക്കണം. വായിക്കട്ടെ. വായിച്ചോ ലിസ്റ്റ്. ഇഷ്ടിക 4 4 പറഞ്ഞു വെക്കാതെ എണ്ണി ഇങ്ങോട്ട് മാറ്റേ. 1 2 4 ഇതിന്റെ അകത്തുണ്ട്. ഉണ്ടോ? അടുത്തത് പറ. കല 1. കല 1. പിന്നെ ഞാന് സ്വാമി പറയാത്ത ഒരു കാര്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തുവാ? 1 കിലോ കപ്പയും കൂടെ വാങ്ങിച്ചു. അതെന്തിനാ കപ്പ? ഹോമം കഴിഞ്ഞ് പുഴുങ്ങി തിന്നരുതോ? എന്താ അതല്ല കലം. അതിനല്ല. എന്തിനാ? നിങ്ങളുടെ പൊടിയെ കൊച്ചാണ്ട് ആത്മാവിനെ പിടിക്കാനാ. അയ്യോ, കപ്പ പുഴുങ്ങാനല്ല കലം. നല്ലൊരു കാര്യം ചെയ്താലും വാങ്ങിച്ചല്ലേ, നമുക്ക് ഈ ഹോമത്തിനകത്തോട്ട് ചുട്ട് തിന്നാം. പക്ഷെ ഉള്ളു വേഗമൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഉള്ളു വെന്തിരിക്കുവാ ഇപ്പം. അങ്ങനല്ല പറഞ്ഞ, കപ്പയുടെ ഉള്ളു വേഗമൊന്നും എനിക്കറിയത്തില്ലെന്നാ പറഞ്ഞത്. അത് ശരി, ബാക്കി പറയട്ടെ. കദളിപ്പഴമൊന്നല്ലയോ? ഒരു കായ അങ്ങ് വെട്ടി മാറ്റിയാ പോരെ. കൈ ഞാൻ വെട്ടും. കറക്റ്റ് അളവിനുള്ള പഴമാ പറഞ്ഞേക്കുന്നത്. അടുത്തത് പറ കേട്ടോ. പിന്നെ 6 വെറ്റ. സ്വാമിയുടെ ഭാര്യയാണോ? അത് 2 വെറ്റതാ. ഞാൻ പറഞ്ഞത് 6 വെറ്റ. 6 വെറ്റ വാങ്ങിച്ചിട്ടുണ്ട്. വിളക്കത്തിരി. എന്താ ഈ ലൈറ്റിന് അത്ര വെട്ടം പോരാ? വിളക്കത്ത് വന്നിരിക്കാനല്ല, വിളക്കിലിടുന്ന തിരി, വിളക്കത്തിരി. 7 തിരി വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഒതുങ്ങുമോ നോക്കട്ടെ. നോക്കൂ. പിന്നെ വട്ടച്ചീപ്പ് 1. എന്റെ പൊടിയും കൊച്ചാടെ മുടി ചെയ്യത്തേ ഇല്ലായിരുന്നു. പിന്നെ അതിനാ വട്ടച്ചീപ്പ്. ഈ ഹോമം കഴിയുമ്പോ ഇതൊരു പരുവാകും. വൃത്തിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടേ. അത് വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ടോ? നമുക്കെന്നാ തുടങ്ങാം. എഴുന്നേറ്റ് നിന്നാട്ടെ. എനിക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. ആരെല്ലാം ആവശ്യപ്പെട്ടാണോ? പൂവന്റെ പൂവെല്ലാം സഞ്ചിക്കാത്തുണ്ട്. ഉണ്ടോ? എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പൂ ഇങ്ങെടുക്ക. പൂവ് കൊണ്ടുപോവാ.
എന്നിട്ട് എവിടെ നിന്നോണേ കേട്ടോ. അവിടെ നിൽക്കാം. ഞാന് ഈ പൂ കുറച്ചങ്ങോട്ട് തരാം. എന്നിട്ട് മന്ത്രം അങ്ങോട്ട് ചൊല്ലും. ആ ഓരോ മന്ത്രം ഉച്ചരിക്കുമ്പോ ആ അതിന്റെ അവസാനം ഓഹോ. ഓഹോ എന്താ പറയും? ഓഹോ. ആ അത് ചൊല്ലിയിട്ട് പൂ ഇതിനകത്ത് ഇടണം. ആ ഇട്ടേക്കാം. ഓക്കെ, റെഡിയായല്ലോ? റെഡിയായി. ആ ഇടട്ടെ പൂവ്. അത് ഗ്യാസ് കയറിയതാ. തുടങ്ങാന്നേ. ഓം, ഇത് ഗ്യാസ് അല്ല. ഓം കോടാമഞ്ഞിൻ ഓഹോ താഴ്വാരയിൽ ഓഹോ കടമ്പ് പൂക്കുമ്പോ. ഓഹോ ഹോ 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 ഹോ. ഇത് പുള്ളി പൊരിച്ച പുള്ളിയാന്നല്ലോ. കേറുവോന്ന് സംശയമാണ്. എന്റെ എങ്ങനെയാലും കേറ്റാൻ നോക്ക് ഈ നാശത്തിന്. ഞാനത് കാര്യം ചോദിക്കട്ടെ, ഇയാളിന്റെ വലിപ്പം ഒന്ന് പറയാവോ? വലിപ്പം എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു സ്വാമി ഒരു 6 അടി പൊക്കമുണ്ട്. അതുപോലുള്ള ശരീരവും. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ കലത്തിൽ കൊള്ളുവോന്നറിയാനാ. ചെയ്യും. അതില്ലെങ്കിൽ നമുക്ക് ബിരിയാണി ചെമ്പ് എടുക്കേണ്ടി വരും. അത് ഞാൻ ഇവിടുന്ന് പോയി ഉണ്ടാക്കി കൊണ്ടുവരാൻ. ഞാൻ ചെയ്യണം. എന്തോ ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് എങ്ങനെയാലും കലത്തിലാക്കണം. ഇതിനകത്ത് കൊള്ളിക്കാനോ? ഇതിന്റെ അകത്ത് കൊള്ളിച്ചാര് മതി. ഇതിന്റെ അകത്ത് കൊള്ളുന്നതിന്റെ അത്രയും കൊണ്ടാ മതി. ഞാനാ പറഞ്ഞത്. അപ്പൊ പൂ എന്തിയാ കൈ തന്നത്? പൂവ് വേണ്ട. തീർന്നു. അത് കൈ പിടിച്ചോ. കൈ പിടിക്കേ. കൈ പിടിച്ച് മന്ത്രം ചൊല്ലാം കേട്ടോ. सब रोग जिंदगी जो कभी न की कदम को जाती है, सब रोग की जिंदगी जो कभी न की कदम को जाती है. മോഹൻ തോമസും ചുച്ചിസ്വാമിയും 4 നേരം വിസ്ഥാനം വെട്ടി വിലക്കി കറങ്ങി നടക്കാതെ ഈ കലത്തി വന്ന് കയറാനാ പറഞ്ഞ. കൊടിയൻസെ കലത്തി കയറാനാ പറഞ്ഞേ. കേറിങ് അയ്യോ ഈ വിച്ചിരുന്ന സമയത്ത് നല്ല കയറിങ് ആയിരുന്നു. അങ്ങനാണോ പറഞ്ഞേ? ഈ കലത്തിലോട് വന്നിങ്ങോട്ട് കയറാനാ പറഞ്ഞു. കയറാനാന്നോ പറഞ്ഞു? ഞാൻ നോക്കട്ടെ. ഞാൻ എന്തുവാ പറഞ്ഞേ? എനിക്കറിയാമല്ലോ ഇവൻ വരുമെന്ന്. എനിക്കറിയാൻ വരുന്നു ഇവനെ. ഞാൻ എന്തുവാടി എന്തുവാ ഇപ്പൊ 3/4 ഭാഗത്തോളം ആയിടി പൂജയൊക്കെ. എന്നാലും ആളിങ്ങോട്ട് വരുന്നില്ല. ഒഡിയൻസ് ഈ കലത്തിൽ എങ്ങനെയാലും ഞാൻ തള്ളി കയറ്റും അവനെ. അത് ഈ ഭാനുമതിയാ പറഞ്ഞത്. അത് നീ നോക്കിക്കോ. അത് തുടങ്ങാൻ സ്വാമി. ഞാൻ ഒന്നോടൊന്ന് ചൊല്ലാം. ഞാൻ വന്നേലായിട്ട് മോഹൻ തോമസിന്റെ ഉച്ചിട്ടാമതിയോ 4 നേരം വെട്ടാനും വെട്ടി കഴിഞ്ഞ് ആസരത്തിൽ വാലും ചുരുട്ടി കറങ്ങി നടക്കാൻ വന്ന് കലത്തിൽ കയറാനാ പറഞ്ഞു. ഞാൻ ചോദിക്കേ, കിഴക്കെവിടാ? കിഴക്ക് എവിടെ? കിഴക്കെവിടാന്ന്? കിഴക്ക് തോണ്ട്. ഇത് പിന്നെന്തുവാ? ഇത് ഈ കൈ പൊങ്ങുമ്പോ എന്റെ ഈ കൈ ബാലൻസ് ആണ്. ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ, എന്നുള്ളിൽ തുടിച്ചതും ഇവനെ കാണാനല്ലോ. ഒരു മഞ്ഞില പോലെ ഇവിടെ എന്തോ നടക്കുവാടി? ഇവിടെ നിങ്ങളെ കലത്തി കയറ്റാനുള്ള പൂജ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ എന്താ ചെയ്യുക വേറെ? അയ്യോ സ്വാമി, നിങ്ങളോടല്ല, ഇവിടെ വേറെ ഒരാൾ വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിയോടാ പറഞ്ഞത്. ഇത് കള്ളസ്വാമിയാ. എന്റെ 3 മാസത്തെ പെൻഷനായി ഈ കൂട്ടിയിട്ടിരിക്കുന്നത് അറിയാമോ? ഇപ്പൊ വേണ്ട ഒരു ബലിക്കൊക്കെ കിടന്നോണ്ട് വട്ടം കറങ്ങുക. അതെന്തോന്നാ? എന്റെ പെൻഷൻ മുടക്കാൻ. അപ്പൊ എനിക്കൊരു കൂട്ടാകത്തില്ലയോ? അതിന് ഇച്ചിരി പുളിക്ക്. ഈ സ്വാമിയെ പറഞ്ഞു വിടാൻ നോക്കുന്നു. ഞാൻ സ്വാമിയെ പറഞ്ഞു വിടത്തില്ല. നിങ്ങൾ എങ്ങനെയും പെട്ടെന്ന് കലത്തിൽ കയറും. ഞാൻ കയറത്തില്ല. അതെന്താ നിങ്ങൾക്കൊരു നിർബന്ധം? ഞാൻ അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. അമ്മച്ചി, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? എന്തുവാ സംസാരിക്കാൻ? സ്വാമിയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുഞ്ഞാളി കലത്തിൽ കയറിയിരിക്കാൻ പറ. കണ്ടോ, സ്വാമി വരെ പറഞ്ഞു കലത്തിൽ കയറാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ കരിച്ചു കളഞ്ഞതല്ലയോ? അന്നേരം ഈ കൂടെ ഈ വടിയും കരിഞ്ഞു പോയതല്ലയോ? പിന്നെ എന്തിനു ഈ കോപം കുത്തിപ്പിടിച്ചോണ്ട് നിൽക്കുവാന്ന്? ഈ കഥക്കകത്തൊരു ലോജിക്ക് വേണ്ടേ? കുത്തി നടക്കണ്ടേ? കുത്തി നിങ്ങൾ ആവുന്ന കാലത്ത് നടന്നേം ചെയ്യാ. ഞാൻ ഈ പൂജ ഇപ്പൊ ഇവിടെ വെച്ചത് അറിയാമോ? കലത്തിൽ പെട്ടെന്ന് കലത്തിൽ കയറ. ഞാൻ കയറത്തില്ലെന്ന്. നിങ്ങൾ എന്തിനു കിടന്ന് വാശി പിടിക്കുവാ എന്റെ പൊടിയും കൊച്ചാട്ടാ? നിങ്ങൾ ക്ഷീണിച്ചൊരു പരുവായില്ലയോ? ഒന്നും കഴിക്കാൻ കിട്ടത്തില്ല ഇവിടെ. ഉഷയുടെ പൊടിക്കൊച്ചിന് അംഗൻവാടിന്ന് കേട്ട അമൃതം പൊടി ഇവിടെ ഇരിപ്പുണ്ട്. അത് ഒരു കുറുക്കുണ്ടാക്കി അങ്ങ് തന്നാലോ? അങ്ങനെ അത് കഴിച്ചിട്ട് തുടങ്ങാം. അത് കയ്യിരിക്കുള്ളൂ. അത് കഴിച്ചിട്ട് തുടങ്ങാൻ കേറെങ്ങനെയും കലത്തിൽ. ഞാൻ കയറത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കയറത്തില്ല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പിന്നെ നമ്മുടെ അവിടെ പേര് ഞാനങ്ങ് മറന്നുപോയി. എന്തോ ചെയ്യാനാന്ന് പറയാ ചില സമയത്ത്. ഗിരിജയുടെ വീട്ടിൽ ആ തള്ളയുടെ വീട്ടിൽ വന്ന് കയറിയത് നിങ്ങളല്ലയോ? അയ്യോ ഞാനല്ലെന്നത്. അല്ലാതെ ആരാല്ല. ഞാൻ ഇവിടെ ഈ ദേശത്തുള്ള ഒരു പെണ്ണുങ്ങളുടെ ദേഹത്തും എന്റെ ആത്മാവൊന്നും കയറിയിട്ടില്ല. എന്റെ ദൈവമേ, ഒരാഴ്ച നിങ്ങൾ എവിടെ പോയി? ഞാൻ വിളിച്ചപ്പം വിളിപ്പുറത്തെത്തി അവിടെ പോയിരിക്കും സ്വാമി. ഞാൻ ഈ ഭാഗത്ത് ഒരു പെണ്ണിന്റെ ദേഹത്ത് എന്റെ ആത്മാവ് കയറിയിട്ടുള്ളൂ. ആരുടെ? അത് ഞാൻ പറയാം. അങ്ങ് പറക്കോടില്ലയോ? പറക്കോട്. പറക്കോട് എന്തുവാ പറഞ്ഞേ? എൻ സ്വാമി ഇപ്പൊ ആത്മാവ് പറയുന്നത്
പറക്കോടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്ന് ഈ ആത്മാവ് കയറിയിട്ടുണ്ട്. ഉണ്ടോ? ആ ആ, ചോദിക്കേ. എന്നിട്ട് ആ വീട് ഏതാ എന്തുവാ ആ സോപ്പ് കമ്പനിയുടെ അവിടെ ആ. മിനിന്നും പറഞ്ഞോണ്ട് അംഗൻവാടി ജോലിക്ക് പോകുന്നൊരു പെണ്ണുണ്ടായിരുന്നല്ലോ. സോപ്പ് കമ്പനിയുടെ അവിടെ മിനി എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ട്, അംഗൻവാടി ജോലിയുള്ള. അവിടെ എത്താണ് കയറിയത്? ആ. അയ്യോ, എന്റെ ഭാര്യയാ. എന്റെ ഭാര്യയുടെ അകത്താണ് ഇവൻ കയറിയേക്കുന്നത്. നിങ്ങളുടെ ഭാര്യ എന്നോ അത്? പിന്നല്ലാതെ ഇവന് ഇപ്പൊ ഞാൻ നോക്കി ഇന്നില്ല, ഇവന് രണ്ടെണ്ണം ഞാൻ കൊടുക്കും ഇന്ന്. കൊടുക്കരുത്, കലത്തി കയറ്റാൻ. ഞാൻ ഇന്ന് അവിടെ എല്ലാം നിൽക്കുന്നു. ഇതിന്റെ എവിടെ നിൽക്കുന്ന കാര്യം പറയുന്നത്? സ്വാമി ഇവിടെ നിൽപ്പുണ്ട് എന്റെ പുറകെ. ഞാൻ പറയട്ടെ, ഒരു മാസമായി മിനി എന്നോട് മിണ്ടുന്നുമില്ല, എനിക്ക് ആഹാരവും തരുന്നില്ല, ഒരു മുറിക്കകത്ത് അടച്ച് അനുത്തിരിക്കുവോ. എന്റെ ദൈവമേ, ആണല്ലോ നമ്മളറിഞ്ഞോ? അന്ന് അങ്ങനെ പെട്ടെന്ന് വിനെ കലത്തി പിടിച്ച് കയറ്റാൻ. അതെനിക്കറിയണമല്ലോ. എന്തോ കഴിക്കാൻ പോവാ? നല്ലൊരു മന്ത്രവാദിയെ കാണാൻ പോവാ. നിങ്ങൾ മന്ത്രവാദിയല്ലയോ? അവനോന് വരണം, എന്നാലേ അറിയത്തുള്ളൂ എന്റെ ദീനം. മനസ്സിലായോ? അവിടെ ഞാൻ പോയി അത് ആദ്യം മാറ്റട്ടെ. സ്വാമി പോകരുത്. എന്റെ ഭാനുമതി അവൻ പോട്ടെ. എന്നാ നല്ലൊരു മന്ത്രവാദിയെ ഞാൻ കൊണ്ടു നിങ്ങളെ ഈ കുടത്തി കയറ്റും. ഭാനുമതി പാലുമതി നല്ല മോരുമതി. Rega, rega, maga, 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 rega, rega.